വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിൽ നാം പ്രവേശിക്കുകയാണ്. 12-ാം അധ്യായം ഭക്തിയോഗത്തിലൂടെ ഭഗവാൻ നമ്മുടെ മനസ്സിനെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മചൈതന്യത്തിൽ ഉറപ്പിക്കാനുള്ള ഭക്തിമാർഗത്തെ ഉപദേശിച്ചു തന്നു. തുടർന്ന് ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ കൂടുതൽ അടുത്തറിയാനുള്ള മാർഗങ്ങളാണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലൂടെ നമുക്ക് ഉപദേശിക്കുന്നത്. തത്വം അസി മഹാവാക്യത്തിൽ തത്പദം പരമാത്മാവിനെയും ത്വം പദം ജീവാത്മാവിനെയും അസി എന്ന പദം ഇത് രണ്ടും ഒന്നാണ് എന്നുള്ള കാര്യത്തെയും വിവരിക്കുന്നു. ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള ഉപദേശമാണ് ഗീത 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലൂടെ ഭഗവാൻ മനസ്സിലാക്കി തരുന്നത്. പരമാത്മാവ് ശരീരത്തിലൂടെ പ്രകാശിക്കുമ്പോൾ ജീവാത്മാവ് എന്ന് അറിയപ്പെടുന്നു. ഇതിനെ തന്നെയാണ് 2-ാം അധ്യായത്തിൽ ദേഹം എന്നും ദേഹി എന്നും പറഞ്ഞത്. 7-ാം അധ്യായത്തിൽ പരമാത്മാവിൻ്റെ 2 വിധ പ്രകൃതികളെ പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് പറഞ്ഞു തന്നു. പരാപ്രകൃതി ജീവാത്മാവിനെയും അപരാപ്രകൃതി ശരീരത്തിനെയും കുറിക്കുന്നു. ഇതിനെ തന്നെയാണ് പ്രകൃതി പുരുഷൻ എന്നും പറഞ്ഞു തന്നത്. പുരുഷൻ പ്രകൃതിയിലെ ജഡവസ്തുക്കളിൽ പ്രവേശിക്കുമ്പോൾ അവ ജീവനുള്ളവയായി തീരുന്നു. 13-ാം അധ്യായത്തിൽ ശരീരത്തെ ക്ഷേത്രമെന്നും ശരീരത്തെ ജീവനുള്ളതാക്കി തീർക്കുന്ന ആത്മചൈതന്യത്തെ, അതായത് ജീവാത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്നും പറയും. ഈ എപ്പിസോഡിലൂടെ 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ്യോ വേത്തിദം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. അർജുന, എല്ലാ ശരീരങ്ങളിലും ഒരേ ആത്മചൈതന്യമാണ് പ്രകാശിക്കുന്നത്. ഒരേ ക്ഷേത്രജ്ഞനാണ് എല്ലാ ശരീരത്തിലൂടെയും പ്രകാശിക്കുന്നത്. ഇനി ക്ഷേത്രത്തെയും, അതായത് ശരീരത്തെയും, ക്ഷേത്രജ്ഞനായ ആത്മാവിനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മദം മമാം. അർജുന, ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. 24 തത്വങ്ങളടങ്ങിയതാണ് ക്ഷേത്രം. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതചേതനാധൃതിഃ ഏതത്ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. അർജുന, മായ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെയാണ് പരമാത്മാവ് സൃഷ്ടി നടത്തുന്നത്. പ്രകൃതി പഞ്ചമഹാഭൂതങ്ങളാലാണ് നിറഞ്ഞിരിക്കുന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഈ ഭൂതങ്ങളുടെ ഗുണങ്ങളാണ് ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം എന്നിവ. ഈ 5ഉമാണ് പ്രകൃതിയിലെ വിഷയങ്ങൾ. ശബ്ദസ്പർശാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ 5ആണ്. കാത് ശബ്ദത്തെ അറിയുന്നു, ത്വക്ക് സ്പർശത്തെയും, കണ്ണ് രൂപത്തെയും, നാക്ക് രസത്തെയും, മൂക്ക് ഗന്ധത്തെയും അറിയുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് വരുന്നത് മനസ്സിലാണ്. മനസ്സ് വിഷയങ്ങളെ സ്വീകരിച്ചറിഞ്ഞ് ബുദ്ധി കൊണ്ട് ആലോചിച്ച് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സും ബുദ്ധിയും ചേർന്ന് ഞാൻ എന്ന അഹങ്കാരത്തെ ഉണ്ടാക്കുന്നു. ഞാൻ എൻ്റേത് എന്ന ചിന്തകളാണ് അഹങ്കാരത്തിലൂടെ ഉണ്ടാകുന്നത്. ഈ ശരീരം ഞാനാണെന്ന ബോധവും എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം എൻ്റേതാണ് എന്ന ചിന്തയും
ലൗകിക വിഷയങ്ങളിൽ ശരീരം ബന്ധപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന ഭാവവും ഫലം കിട്ടുമ്പോൾ എൻ്റേത് എന്ന ചിന്തയും ഉണ്ടാകുന്നു. ഉദാഹരണമായി, ഞാൻ വീട് കെട്ടി, ഇത് എൻ്റെ വീടാണ്. ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്ത ശരീരം മനോബുദ്ധികൾ കൊണ്ട് സുഖം, ദുഃഖം, ഇച്ഛ, ദ്വേഷം, ചേതന, ധൃതി മുതലായ വികാരങ്ങളെ അനുഭവിക്കുന്നു. ഇവയെല്ലാം ചേർന്നതാണ് ശരീരം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് ഭഗവാൻ പറയുന്നു. ഇവയെ കോർത്തിണക്കി നമുക്ക് മനസ്സിലാക്കാം. 5 ഗുണങ്ങളോട് കൂടിയ പഞ്ചമഹാഭൂതങ്ങൾ ചേർന്ന് 10. ഇനി 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ ചേർന്ന് 10. മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയ്ക്കെല്ലാം ആധാരമായ പ്രകൃതി, ഇങ്ങനെ 4. ഇങ്ങനെ 24 തത്വങ്ങൾ അടങ്ങിയ ക്ഷേത്രം വികാരങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ നിർത്തുന്നു. തുടർന്ന് ആത്മാവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ തുടങ്ങുന്നു. നമുക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.